വസങ്കടി ഓവർപാസിൻ്റെ ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആറുവരിയിൽ വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. സർവീസ് റോഡ് റെഡി ആയിട്ടുണ്ട്. വലതുഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ ചെറിയ അറ്റകുറ്റപ്പണികൾ നടക്കാൻ ബാക്കിയുണ്ട്. അതുകൊണ്ട് റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. മഞ്ചേശ്വരം ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത്. മഞ്ചേശ്വരം ഭാഗത്ത് ഇവിടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഈ ഭാഗത്ത് റോഡ് ക്രോസ് ചെയ്യുന്ന ദൃശ്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ വലിയ അപകടങ്ങൾക്ക് ഇടവരുത്തുന്ന സംഭവമാണ്. നേരത്തെ ഈ മഞ്ചേശ്വരം ഭാഗത്ത് റോഡുകൾ ഇരുവശത്തോട്ടും ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബാനറുകളൊക്കെ ഉയർന്നിരുന്നു, സമരങ്ങളൊക്കെ നടന്നിരുന്നു. എന്തായാലും അതിനൊരു പരിഹാരമായി. നമ്മളിപ്പോൾ കാണുന്നത് ഉപ്പള ബ്രിഡ്ജിൻ്റെ ദൃശ്യമാണ്. നിലവിലിപ്പോൾ പഴയ ഉപ്പള പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികളാണ് നടക്കുന്നത്. ഇവിടെ നേരത്തെ കൈവരികളാണ് ഉണ്ടായിരുന്നത്. നിലവിലിപ്പോൾ ക്രാഷ് ബാരിയർ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലിപ്പോൾ പുതിയ പാലത്തിൽ കൂടിയാണ് ഇരുവശത്തോടും വാഹനങ്ങൾ പോകുന്നത്. കഴിഞ്ഞ മാസം ഉപ്പളയിൽ ഈ പാലത്തിൻ്റെ ഭാഗത്തായിട്ട് അപകടം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കുമ്പള ടൗൺ മുതൽ ഉപ്പള വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ അപ്ഡേറ്റ്സ് ആണ് കണ്ടത്. ഇന്നത്തെ വീഡിയോ ഉപ്പള മുതൽ നമ്മുടെ തലപ്പാടി വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരു ലൈക്ക് തന്ന് തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കണേ. കൂടാതെ അധികം പ്രേക്ഷകരും മൊബൈലിലാണ് വീഡിയോ കാണുന്നത് അറിയാം. അപ്പോൾ ഫുൾ സ്ക്രീനായി തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കണേ. കാരണം അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ നമുക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും. നമ്മുടെ ഉപ്പള ടൗൺ കഴിഞ്ഞ് ഉപ്പള ഗേറ്റ് മുതൽ തലപ്പാടി വരെ പൂർണ്ണമായിട്ടും ലൈൻ മാർക്കിംഗ് കഴിഞ്ഞ ഇടം കൂടിയാണ്. അപ്പോൾ ഉപ്പള ഗേറ്റ് ഭാഗത്തുള്ള ചെറിയൊരു അണ്ടർ പാസേജാണ് ഈ ഭാഗത്ത് അനുവദിച്ചിട്ടുള്ളത്. നിലവിലിപ്പോൾ ഉപ്പള ഭാഗം മുതൽ നമ്മുടെ മംഗലാപുരം ഭാഗത്തോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു വശത്ത് റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ചെറിയ അറ്റകുറ്റപ്പണികൾ ഈ റോഡിൽ നടക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ നിലവിലുള്ള ട്രാഫിക് നമ്മുടെ വലതുഭാഗത്തുള്ള മൂന്നുവരിപ്പാത കൂടിയാണ് പോകുന്നത്. കൂടാതെ ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്തും വാഹനങ്ങൾ പോവുകയാണ്. ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ടും വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ വർക്കുകൾ മാത്രമാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത്. കൂടാതെ ഈ നടപ്പാതയുടെ നിർമ്മാണം പല ഇടങ്ങളിലും പെൻഡിംഗ് ആയിട്ടുണ്ട്. ഉപ്പള ഗേറ്റ് അണ്ടർ പാസേജിൻ്റെ ദൃശ്യമാണ് നമ്മൾ കണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ നടപ്പാതയുടെ നിർമ്മാണം ഇനിയും നടക്കാൻ ബാക്കിയുണ്ട്. ഉപ്പള ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ മംഗലാപുരം ഭാഗത്തോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ ഭാഗത്ത് കാര്യമായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടില്ല. നിലവിലിപ്പോൾ നമ്മുടെ കുഞ്ചത്തൂർ കഴിഞ്ഞ് തുമിനാട് ഭാഗത്തൊരു ഫുട് ഓവർ ബ്രിഡ്ജില്ലേ, അതിൻ്റെ താഴെയായിട്ട് ട്രക്ക് ഇടിച്ചിട്ട് അലൈൻമെൻറ്റ് വ്യത്യാസം വന്നിരുന്നു. അതിൻ്റെ വർക്കുകളാണ് നിലവിലിപ്പോൾ നടക്കുന്നത്. ഇവിടെ മുതൽ ഈ ഇടതുഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. നമ്മളെ ഉപ്പള പാലം വരെ. ഉപ്പള പാലം നിലവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതുതായി നിർമ്മിച്ച മൂന്നുവരി പാലത്തിൽ കൂടിയാണ് വാഹനങ്ങൾ ഇരുഭാഗത്തോട്ടും പോകുന്നത്. എന്തായാലും കഴിഞ്ഞ മാസം ഇവിടെ ഉപ്പള പാലത്തിനടുത്ത് അപകടങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കൈവരിയായിരുന്നു. നിലവിലിപ്പോൾ കൈവരി മാറ്റിയിട്ട് ക്രാഷ് ബാരിയറാണ് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്ത് ഇപ്പോൾ രണ്ടുവരിപ്പാതയിൽ വാഹന ഗതാഗതം ക്ലോസ് ചെയ്തിട്ടുണ്ട്.
ഉപ്പള പാലം കഴിഞ്ഞ് ഇവിടെ മുതലാണ് സർവീസ് റോഡ് തുടങ്ങുന്നത്. ഇടതുഭാഗത്തായിട്ട് സർവീസ് റോഡ് റെഡിയായിന്. ഇനി വലതു ഭാഗങ്ങളിൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. കൂടാതെ ഈ ഇടതു ഭാഗത്തുള്ള മൂന്നരിപ്പാതയിൽ ലൈൻ മാർക്കിംഗ് കുറച്ച് ഇടങ്ങളിൽ നടത്താൻ ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഇനി ഈ വലതു ഭാഗങ്ങളിലായിട്ട് സർവീസ് റോഡിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടില്ല. അപ്പോൾ നേരത്തെ ഈ ആറുവരിപ്പാതയിൽ ടാറിങ് നടന്ന ഇടം കൂടിയാണ് ഇവിടെ എക്സിറ്റാണ് വരുന്നത്. നമ്മൾ വസങ്കടി ഓവർപാസിന് മുമ്പായിട്ട് ഒരുപാട് എക്സിറ്റ് എൻട്രികൾ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു എക്സിറ്റ് വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടൊരു എൻട്രിയാണ് വരുന്നത്, വീണ്ടും ഒരു എക്സിറ്റ് നമ്മുടെ വസങ്കടി ഓവർപാസിനോട്ട് അനുബന്ധിച്ചിട്ട്. അപ്പോൾ എന്തായാലും നിലവിലിപ്പോൾ വസങ്കടി ഓവർപാസിൻ്റെ ഇടത് ഭാഗത്തായിട്ട് നമ്മൾ ഈ മംഗലാപുരം ഭാഗത്തോട്ട് പോകുമ്പോൾ വർക്കുകൾ നടക്കുകയാണ് സർവീസ് റോഡിൻ്റെ ഭാഗം. അതുകൊണ്ട് വാഹനങ്ങൾ ഇവിടെ എന്താ വലതു ഭാഗത്തോട്ട് സർവീസ് റോഡ് കൂടിയാണ് വസങ്കടി ടൗണിലോട്ട് പോകുന്നത്. ആദ്യം നമ്മൾ കണ്ടത് എക്സിറ്റാണ്, വീണ്ടും ഒരു എൻട്രിയാണ് കാണുന്നത്. അപ്പോൾ ഈ എൻട്രി വരുന്ന സ്ഥലത്ത് ഇവിടെയൊക്കെ നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. കൂടാതെ നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണവും നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. ഇവിടെ എക്സിറ്റാണ് വരുന്നത് നമ്മുടെ വസങ്കടി ടൗണിലോട്ട്. അതിൻ്റെ താഴെയായിട്ട് നിലവിലിപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകളാണ് നടക്കുന്നത്. ഇവിടെ സോയിൽ നെയിലിംഗ് നടത്തിയിട്ട് ഭിത്തികളൊക്കെ അടിച്ച് കയറ്റിയിട്ട് ഇവിടെ നെറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുതൽ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തായിട്ട് വർക്കുകൾ, കോൺക്രീറ്റ് വർക്കുകൾ നടക്കുകയാണ്. എന്തായാലും നിലവിലിപ്പോൾ വലത് ഭാഗത്തുള്ള സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും വസങ്കടി ടൗണിലോട്ട് പോകുന്നത്. വസങ്കടി ഓവർപാസിന് താഴെയായിട്ടുള്ള ദൃശ്യമാണ് കാണുന്നത്. ഇവിടെ ആദ്യം കുറച്ച് സോയിൽ നെയിലിംഗ് നടത്തിയ ഭാഗമാണ്, അത് കഴിഞ്ഞ് റീട്ടേൺ വാൾ നിർമ്മിച്ചിട്ടാണ്. നമ്മൾ വസങ്കടി ടൗൺ കഴിഞ്ഞ് ആറുവരിപ്പാതയിലോട്ട് എൻ്റർ ചെയ്യാനുള്ള മെർജി പോയിൻ്റാണ് ഇടത് ഭാഗത്തായിട്ട് കാണുന്നത്. ഇവിടെ ഒരു MNB ആണ് വന്നത്. MNBൻ്റെ നിർമ്മാണമൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. അപ്പോൾ MNB വരുന്ന ഭാഗത്തൊക്കെ സർവീസ് റോഡും ഉണ്ടായിരിക്കുന്നതാണ്. എന്തായാലും നമ്മൾ പൊസോട്ട് ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊസോട്ടിൽ ചെറിയൊരു അണ്ടർ പാസേജ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കാറ്ററൊക്കെ ഉള്ള സ്ഥലമാണ്. ഇടതുഭാഗത്തുള്ള കാണുന്ന സർവീസ് റോഡ് നല്ല ഉയരത്തിലാണ് വരുന്നത്.
നമ്മുടെ മഞ്ചേശ്വരം ടൗണിലോട്ടുള്ള എക്സിറ്റാണ് ഈ ഇടത് ഭാഗത്തുള്ള മെർജിങ് പോയിന്റ് നമുക്ക് കാണുന്നത്. ഇവിടെ ഇടത് ഭാഗത്തായിട്ട് ട്രക്കിലെ ബേ ആണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇടത് ഭാഗത്തുള്ള സർവീസ് റോഡില്ലേ, അത് കൂടിയാണ് നേരത്തെയുള്ള ദേശീയപാത കടന്നു പോയിട്ടുണ്ടായിരുന്നത്. നിലവിൽ നമ്മൾ ഈ കാണുന്ന വലത് ഭാഗത്ത് വലിയ കുന്നുകളായിരുന്നു കേട്ടോ. മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ ആറുവരി പാത വരുന്നത്. മഞ്ചേശ്വരം ഗോവിന്ദ പൈ കോളേജാണ് ഈ വലത് ഭാഗത്തുകൂടി പോയാൽ എത്താൻ കഴിയുക. എന്തായാലും നമ്മൾ മഞ്ചേശ്വരം ടൗൺ ഭാഗത്ത് ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഇവിടെയുള്ള ആളുകൾ സമരങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, റോഡുകൾ ഇരുവശത്തോട്ടും കടക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്. മഞ്ചേശ്വരം കഴിഞ്ഞാൽ പിന്നെ കരോട ഭാഗത്താണ് അണ്ടർ പാസേജ് വന്നിട്ടുള്ളത്. മഞ്ചേശ്വരം എക്സിറ്റ് എൻട്രി ഭാഗത്തുള്ള മാർക്കിംഗ് ആണ് നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മഞ്ചേശ്വരം കരോട അണ്ടർപാസേജിൻ്റെ ദൃശ്യമാണ് നമ്മൾ കണ്ടത്. ഈ ഭാഗത്തിന് ഫുട് പാത്തിൻ്റെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. ബാക്കിയെല്ലാ വർക്കുകളും കഴിഞ്ഞതാണ്. സർവീസ് റോഡിൻ്റെ ഭാഗത്ത് പൂർണ്ണമായിട്ടും ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിവിടെ ലൈൻ മാർക്കിംഗ് ഒക്കെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കഴിഞ്ഞ ഇടം കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇടത് ഭാഗത്തായിട്ട് ഫുട് പാത്തിൻ്റെ നിർമ്മാണം നടന്നിട്ടുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ സൈൻ ബോർഡിൻ്റെ നിർമ്മാണമാണ് പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. മഞ്ചേശ്വരം മാട ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത്. നമ്മുടെ കുഞ്ചത്തൂർ ടൗൺ മുതൽ ഇവിടെ ഒരു ഭാഗത്ത് മംഗലാപുരം ഭാഗത്തോട്ട് മൂന്നുവരിപ്പാത ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിലവിലിപ്പോൾ സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ മംഗലാപുരം ഭാഗത്തോട്ട് പോകുന്നത്. ഇപ്പോൾ നല്ല ട്രാഫിക്കാണ് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് അനുഭവപ്പെടുന്നത്.
നമ്മുടെ കുഞ്ചത്തൂർ കഴിഞ്ഞ് തുമിനാട് ഭാഗത്തുള്ള ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ താഴെയായിട്ട് അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ട്രക്ക് ഇടിച്ചിട്ട് അലൈൻമെൻറ്റ് തെറ്റിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അറ്റകുറ്റപ്പണികളാണ് നിലവിൽ നടക്കുന്നത്. തുമിനാട് ഭാഗത്തുള്ള ഫുട് ഓവർ ബ്രിഡ്ജ്, ഇതിൻ്റെ താഴെയായിട്ട് ട്രക്ക് ഇടിച്ചത് കാരണം ഇതിൻ്റെ അലൈൻമെൻറ്റ് തെറ്റിയിരുന്നു. അതിൻ്റെ നിർമ്മാണമാണ് നിലവിലിപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഭാഗത്ത് 3 വരി പാതയിൽ മംഗലാപുരം ഭാഗത്തോട്ട് റോഡ് ഇതുവരെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സർവീസ് റോഡ് ഭാഗത്താണ് വാഹനങ്ങൾ ആ ഭാഗത്തോട്ട് പോകുന്നത്. എന്തായാലും ഇവിടെ എക്സിറ്റാണ് വരുന്നത് ഇടത് ഭാഗത്തായിട്ട്. നിലവിലിപ്പോൾ വാഹനങ്ങൾ എൻട്രി ചെയ്ത് പോവുകയാണ്. എന്തായാലും പൂർണ്ണമായിട്ട് ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗത്ത് എക്സിറ്റാണ് ഉണ്ടാവുക. അപ്പോൾ എൻട്രി എക്സിറ്റ് പല ഭാഗങ്ങളിലും ആളുകൾ ഇരുവശത്തോട്ടും പോകുന്നുണ്ട്. നമ്മൾ ഈ തലപ്പാടി ഭാഗത്തോട്ട് എത്തുമ്പോൾ വലതു ഭാഗത്തായിട്ട് റോഡിൽ ഒരുപാട് വേസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യം നമുക്ക് കാണാം. നമ്മുടെ തലപ്പാടി ചെങ്കള റീച്ച് സ്റ്റാർട്ടാവുന്ന, കേരളത്തിലെ ആദ്യത്തെ റീച്ച് സ്റ്റാർട്ടാവുന്ന തലപ്പാടിയിലെ ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തലപ്പാടിയിൽ റോഡിൻ്റെ ഇരുവശത്തും ഒരുപാട് ലോട്ടറി കടകൾ നമുക്ക് കാണാൻ കഴിയും. കാരണം കർണാടകയിൽ ലോട്ടറി നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്ത് നല്ല കച്ചവടം പൊടിപൊടിക്കുകയാണ് ലോട്ടറിയുടെ. കൂടാതെ നമ്മൾ ഈ കാണുന്ന ഇടതുഭാഗത്തുള്ള പെട്രോൾ പമ്പിൽ നല്ല തിരക്കാണ്. നമ്മുടെ കേരളത്തെക്കാളും പെട്രോളിൻ്റെ പൈസ ഇവിടെ കുറവാണ്. നമ്മൾ തലപ്പാടി ടോൾ പ്ലാസയുടെ ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ ഇതുപോലെയുള്ള ടോൾ പ്ലാസയല്ല വരുന്നത്. ഇപ്പോൾ റോഡിൻ്റെ ഒരു സൈഡായിട്ട് 5ഉം അത് കഴിഞ്ഞ് കുറച്ചും മാറിയിട്ട് 5ഉം, അപ്പോൾ 2 സൈഡിലായിട്ടാണ് ടോൾ പ്ലാസ വരുന്നത്.
നമ്മുടെ തലപ്പാടി കഴിഞ്ഞ് മംഗലാപുരം ഭാഗത്തോട്ട് പോകുമ്പോൾ 4 വരിയായിട്ടാണ് നമ്മുടെ ദേശീയപാത കടന്നു പോകുന്നത്. അപ്പോൾ മംഗലാപുരം ദേശീയപാതയിൽ യു ടേൺ അടിക്കാനുള്ള സംവിധാനമുണ്ട്. നമ്മുടെ കേരളത്തിലെ 6 വരിപ്പാതയിൽ യു ടേൺ അടിക്കാൻ കഴിയില്ല.